14-0 അതാണ് UDF ലക്ഷ്യം വെക്കുന്നത്. നിങ്ങളോ? 14-0 എന്ന് സ്വപ്നം കാണാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എല്ലാ സ്വപ്നങ്ങളും എല്ലായ്പ്പോഴും ഫലിച്ചുകൊള്ളണം എന്നില്ല. കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വികസനവും ജനക്ഷേമവും ബോധ്യപ്പെട്ടും അതനുഭവിച്ചുമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടുന്നതിന് വേണ്ടി എല്ലാ കാലത്തും UDF പരീക്ഷിച്ചിട്ടുള്ളതുപോലെ മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവരും അത് വാങ്ങിയവരും ഒരുമിച്ച് ചെന്നു നിന്നത് എവിടെയാണ് എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ മതവിശ്വാസികളും ജനങ്ങളും കണ്ട കാര്യമാണ്. പെരുമ്പാവൂർ നിയോജക മണ്ഡലം കഴിഞ്ഞ 10 വർഷക്കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസന മുരടിപ്പിനെതിരായി ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് അണിനിരന്ന് UDF-നെതിരായി വോട്ട് ചെയ്യാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. എത്ര പ്രതീക്ഷിക്കുന്നു? എത്ര മണ്ഡലം? 14-ൽ എത്ര? ഈ ജില്ലയിലെ മഹാഭൂരിപക്ഷം സീറ്റുകളിലും LDF ജയിക്കും. അങ്ങനെ ഒരു രാഷ്ട്രീയ ചരിത്രം ഈ ജില്ലയ്ക്കുണ്ട്. ആ രാഷ്ട്രീയ ചരിത്രം എന്നുള്ളത് കേരളം രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിച്ചിട്ടുള്ള സന്ദർഭങ്ങളിൽ ഈ ജില്ലയിലെ ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനൊപ്പം വളരെ മോശം പ്രകടനമായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പ്രകടനവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യുന്ന രീതിയും എല്ലാം വ്യത്യസ്തങ്ങളാണ്.